വനിതാ സംവരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 3 ബില്ലുകളുമായി കേന്ദ്ര സർക്കാർ. 131 ഭരണഘടനാ ഭേദഗതി ബില്ല്, ഡീലിമിറ്റേഷൻ ബില്ല്, കേന്ദ്ര ഭരണ പ്രദേശ ഭേദഗതി ബില്ല് എന്നിവ അവതരിപ്പിക്കും. 16 മുതൽ 18 വരെയുള്ള പ്രത്യേക സമ്മേളനത്തിലാണ് 3 ഭേദഗതി ബില്ലുകൾ സർക്കാർ അവതരിപ്പിക്കുന്നത്. ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം 850 ഉയരും. ഇതിന്റെ 1/3 വനിതാ സംവരണമായിരിക്കും. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, ഏതൊക്കെ നിയമങ്ങളിലാണ് ഇപ്പോൾ ഭേദഗതി ഉണ്ടാകുക? ഒപ്പം തന്നെ ഈ ഭേദഗതിക്ക് ശേഷം എങ്ങനെയായിരിക്കും മണ്ഡല പുനഃക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ? വനിതാ സംവരണം നടപ്പാക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ 3 ബില്ലുകൾ സർക്കാർ കൊണ്ടുവരുന്നത്. ഒന്ന് 131 ഭരണഘടനാ ഭേദഗതി ബില്ല്, 2 ഡീലിമിറ്റേഷൻ ബില്ല്, കേന്ദ്ര നിയമങ്ങളുമായി ബന്ധപ്പെട്ട ബില്ല്. അങ്ങനെ 3 ബില്ലുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ 16, 17, 18 തീയതികളിൽ നടക്കുന്ന ലോക്സഭയുടെ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം നിലവിലുള്ള 543 നിന്നും 850 ഉയർത്തുന്നതിന് വഴിവെക്കുന്നതാണ് ഭേദഗതി 131 ഭരണഘടനാ ഭേദഗതി ബില്ല്. അതായത് സംസ്ഥാനങ്ങളിൽ നിന്നും 815 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും 35 ഇനി വരാൻ പോകുന്ന ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം. മണ്ഡലങ്ങളുടെ പുനർവിഭജനം സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നുണ്ട്. ഇതിനായിട്ടാണ് ഡീലിമിറ്റേഷൻ ബില്ല് അവതരിപ്പിക്കുന്നത്. 2027 സെൻസസുമായി വനിതാ സംവരണത്തെ ബന്ധപ്പെടുത്താനുള്ള അല്ലെങ്കിൽ സെൻസസ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർവിഭജനം, അതിനുശേഷം വനിതാ സംവരണം എന്നുള്ള ആ ഒരു വനിതാ നിയമത്തിലെ ഭേദഗതിയാണ് ഇപ്പോൾ സർക്കാർ ഈ 3 ബില്ലുകളിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. 81 അനുച്ഛേദമാണ് ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം പുനഃക്രമീകരിക്കുന്നതിന് സർക്കാർ ഇപ്പോൾ ഭേദഗതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡീലിമിറ്റേഷൻ ബില്ലാണ് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പരിശോധിക്കുന്നത്. ഭാഗമായിട്ടാണ് ഈ നിയമങ്ങളിലൊക്കെ ഭേദഗതി എന്ന തരത്തിലേക്ക് ഇപ്പോൾ കേന്ദ്രം നീങ്ങുന്നത്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.